ഈ കാർത്തിക പറഞ്ഞ പാവം പേയിങ് ഗസ്റ്റ് എവിടെയാ? വന്നിട്ടുണ്ട് അമ്മാമ്മേ, ഇപ്പൊ വരും. അമ്മാമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. പേയിങ് ഗസ്റ്റ് അല്ലേ? പിന്നെയും പേയിങ് ഗസ്റ്റോ? എന്താ മോളുടെ പേര്? ഡയാന. ഡയാന. നല്ല പേരാ, പക്ഷേ കുഴപ്പം പിടിച്ച പേരുമാണ്. പേടിക്കണ്ട, എന്തിനിറങ്ങണേന് മുമ്പും ഈ അമ്മാമ്മയുടെ ഉപദേശം തേടിയാ മതി. മനസ്സിലായോ? ശരി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ സിനിമയിലുണ്ടായിരുന്ന ആളാണ് നായരമ്പലം വസന്ത. ആരാണെന്നറിയോ? അറിയാം. ഈ ഞാൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളെ കാണാൻ വരുമ്പോ പുതിയ ചുവടുവെപ്പുകാർ ചില കാണിക്കൊക്കെ കൊണ്ടുവരണ്ടേ? ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലേ? ഓ, സമാധാനപ്പെടാം അമ്മാമ്മേ, സന്ധ്യ ആവട്ടെ. ഇന്നത് പറ്റില്ല. വറുത്തരച്ച് വെച്ച നാടൻ കോഴിയും പുട്ടുമാണ് ഇന്ന് ഉച്ചക്ക്. അമ്മാമ്മയ്ക്ക് ദഹിക്കണ്ടടി. ഡയാനെ, വാ, വീടൊക്കെ കാണാം. ഡീ വാ. നല്ല ഷേപ്പ് അല്ലടിലോലെ. എന്താ അത്രയ്ക്ക്? പുട്ട് പോലെ ഇരിക്കണം. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ആ പ്രായത്തിലെ എന്റെ ഷേപ്പ് ഒന്ന് കാണണായിരുന്നു. അതെ, അധികം ചിരിക്കണ്ട, പുട്ടേ മണ്ടേ കേറും. തൊടാൻ എന്തെങ്കിലും താടി? പുട്ടെടുക്കട്ടെ മാഡം? പുട്ട് നിന്റെ തൊടാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴാ പുട്ട്. നീ നേരത്തെ വേറെന്തോ പറയാൻ പോയില്ലോ. മാഡം ഇത്തിരി ഒഴിക്കും മാഡം. മകളെ, നീ വീട്ടിൽ പോയി കണവനെയും കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. നിന്നെ രാവിലെ ബൈക്കിന്റെ മുകളിൽ കയറ്റി കൊണ്ടുവന്നതാരാ? അതാ എന്റെ കണവൻ. എന്നോട് കള്ളം പറയല്ലേ ലോലെ. ഒഴി. നിനക്ക് സ്വന്തമായിട്ട് കെട്ടിയാനുണ്ടോ ലോലെ? ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഞാൻ പുട്ടുകുത്തുമായിരുന്നു. ഒഴി. കുട്ടികളെ, നീയും ഇരിക്കലോലെ. ഞാനിവിടെ നിന്നോളാം മാഡം. ഇന്നത്തെ പാഠം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആണുങ്ങൾ പൊതുവെ പാവങ്ങളാ, പക്ഷെ അവരത് സമ്മതിക്കില്ല. ഭയങ്കര സംഭവങ്ങളാണെന്ന് കരുതി അങ്ങോട്ട് നടക്കും. കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴഞ്ചരക്കായി. കാണിച്ച് കൊതിപ്പിക്കാനേ പാടുള്ളൂ. ഇപ്പൊ കിട്ടും പറഞ്ഞു മാരണം വരെ അവര് പിന്നാലെ നടന്നോളും. കേട്ടല്ലോ പാഠമൊന്നിന്റെ ചുരുക്കം. കൊടുത്ത് കളയരുത്, കൊതിപ്പിക്കാനേ പാടുള്ളൂ. ഇനി പോയി കിടന്നോളൂ. ലോലെ, പുട്ടെടുത്ത് വെക്കേ. കോഴി 2 കഷ്ണം എടുത്ത് പൊരിക്കേ. ഒരു ജഗ് തണുത്ത വെള്ളം ഇങ്ങ് താ. പാതാവേ മുസ്തഫക്ക, എന്റെ പുണ്യാളന്മാരെ, ഇത് ആരെയും വന്നിരിക്കുന്നത്? എത്ര നാളെ എന്റെ ജനാബെ ഒന്ന് കണ്ടിട്ട്. ഞാനൊരു നടകൂടി ഒന്ന് പോയി. എവിടെ? അങ്ങ് സൗദിയില് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഒക്കെ അവസാനിപ്പിച്ചേ എന്നേക്കുമായിട്ട് ഇങ്ങോട്ട് മടങ്ങിപ്പോന്നു. അതേതായാലും നന്നായി. അല്ല, അച്ചായൻ സാറും ഗുരുജിയൊക്കെ എവിടെ? പഴയ പോലൊക്കെ തന്നെ. എവിടെ? എല്ലാം പഴയതുപോലെ തന്നെ. പങ്കയൊക്കെ എങ്ങനെയൊക്കെ? കച്ചവടം നടക്കുന്നുണ്ടോ? രാപകല് പവർ കട്ട്. കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ ആധാരം പണയം വെച്ച് ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് ആൾക്കാർക്ക്. ഉള്ള ഫാനെ അവരിടുന്നില്ല, പിന്നല്ലേ പുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പ്രൊഡക്ഷൻ അങ്ങ് നിർത്തി. ഉള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് കളിക്കണം എന്ന് കരുതി മുസ്തഫ തോൽക്കും എന്ന് വിചാരിക്കണ്ട. ഇതെന്താ, ഇത് പെണ്ണുങ്ങളുടെ പ്രായമില്ല? എത്ര പവർ കട്ട് വന്നാലും പെണ്ണുങ്ങൾക്ക് ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല. ഇനി ഞാൻ വന്ന കാര്യം പറയാം. എനിക്ക് ഇതിന്റെ ഒരു പരസ്യം പിടിക്കണം. അന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞ് ഇക്ക സാക്ഷാത്കരിച്ചു. അതെ, കരിച്ചു.
ഇതിന് പേരൊക്കെ ഇടണ്ടേ? പേരൊക്കെ ഞാൻ ഇട്ടു. ഒരു 3-4 അക്ഷരമുള്ള പേരായിരിക്കണം. പെണ്ണുങ്ങളുടെ വായിലൊക്കെ നിൽക്കണ്ടേ? പറഞ്ഞേക്ക, എന്താ പേര്? 3-4 അക്ഷരങ്ങളല്ല, 15 അക്ഷരങ്ങൾ. 15 അക്ഷരങ്ങളോ? അതെന്ത് പേരാണ്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അണ്ടർ ഗാർമെന്റ്സ്. ഒരു പെണ്ണ് തന്റെ പുരുഷനോട് എന്റെ ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊരു വാചകം പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു ക്യാപ്ഷൻ ഉണ്ടോ വില്യം സാറേ? എങ്ങനെ? സത്യം. ആ, ഇതിലപ്പുറം എന്ത് ഫെയ്ത്ത്ഫുള്ളി? ഈ വല്ലാത്ത ഒരു പുള്ളി തന്നെ കേട്ടോ. നല്ല ഉഗ്രം. പക്ഷെ ഒരു കാര്യം, ആ ഇബിലിസ് തന്നെ അഭിനയിക്കണം. ആര്? എന്റെ പണിക്കാരുടെ പരിസ്ഥിതി വന്നിട്ട് എന്നെ കുതിപ്പിച്ച് കടന്നില്ലേ ആ ബലാല്, മാതാവേ. അവളുടെ മാതാവ് പോലെ അവള് തന്നെ അഭിനയിക്കണം. എന്താ നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ വല്ല ന്യൂ ജനറേഷൻ പിള്ളേർ ചേർത്തോളാം. അതാര്? ന്യൂ ജനറേഷൻ, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പങ്ങളെമ്പാടും എന്നൊരു പാട്ട് കാച്ചു. ആ പാട്ടും ഈ പരസ്യവും തമ്മിൽ എന്ത് ബന്ധം? ഉണ്ട്, ഒരുപാടുണ്ട്. എടാവേ, ഇതൊന്നും അവന്മാര് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന അപ്പങ്ങളല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ പഴയ പഴയ അമ്മായിമാരുടെ പഴയ പഴയ അപ്പപ്പാട്ടുകളാ. ഒരുപാടുണ്ട്. ആയിക്കോട്ടെ, എല്ലാം ഇക്കാടെ ഇഷ്ടം. അത് അപ്പൊ എപ്പോ തുടങ്ങാം? എപ്പോ തുടങ്ങാം? എനിക്കൊരൊറ്റ ദിവസത്തെ സമയം തന്നാ ഞാൻ എല്ലാം ഏർപ്പാടായിക്കോളാം. ഓക്കെ, ഒരു ദിവസം, ഒരൊറ്റ ദിവസം. പിന്നെ താൻ മുമ്പ് കണ്ട മുസ്തഫയല്ല ഈ മുസ്തഫ. അതെനിക്ക് മനസ്സിലായി കേട്ടോ വില്യം സാറേ? അപ്പോൾ പേര് മറക്കണ്ട, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ബ്രാകളും ജെറ്റികളും. പ്രൊപ്പറേറ്റർ ഉസ്താദ് മുസ്തഫ ഖാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ ഫ്ലേവർ അല്ല. ആ ചെക്കൻ പറ്റിച്ചതാ. ലോലേ, നീ വേണമെങ്കിൽ ഒന്ന് പിടിപ്പിച്ചോ. ആ കൊതിപ്രാക്ക എനിക്ക് കിട്ടണ്ട. എനിക്കിപ്പോ വേണ്ട മാഡം, ലാസ്റ്റ് മതി. അമ്മമ്മ തുടങ്ങിയല്ലേ? ആ വാ ഇരിക്കേ. ഇന്ന് എന്തായിരുന്നു നിന്റെ വർക്ക്? ഒരു തറ ആൽബം. അപ്പൊ പ്രൊഡ്യൂസർ ആയിരുന്നിരിക്കും നായകൻ. കൃത്യമായിട്ടും. കാശ് വല്ലതും തന്നോ? 5000 രൂപ തന്നു. കൊള്ളാലോ. ഒരു പകല് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിംഗ്. ഇന്നത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യേ. പണ്ട് കാലത്ത് ഒരു മുഴുവൻ പടം അഭിനയിച്ചാലും എനിക്ക് 5000 രൂപ കിട്ടിയിട്ടില്ല. അത് പോട്ടെ, പ്രൊഡ്യൂസർ വലിയ ആവശ്യപ്പെട്ടു? പരവട്ടം. എന്നിട്ട് ഞാൻ അമ്മമ്മയുടെ ഒരു പാഠം അങ്ങ് പ്രയോഗിച്ചു. എന്ത് പാഠം? കൊതിപ്പിച്ചതേ ഉള്ളൂ, ഞാൻ ഇങ്ങ് പോന്നു. എന്തോ അമ്മാമ്മ ഇത്? അമ്മാമ്മയല്ലേ ഞങ്ങളുടെ റോൾ മോഡൽ? ഇത് കണ്ടല്ലേ ഞങ്ങൾ പഠിക്കുന്നേ. ഇത് കണ്ട് പഠിച്ച കൊന്നു കളയും ഞാൻ. ഓടുന്നു. ആരാണ് ഇക്കഥയിലെ അമ്മാമറിയാത്ത കഥാപാത്രം? ഇതാണ് അമ്മാമ്മേ, എന്റെ അനിയത്തി. ഓ, എലിസബത്ത്. ഒടുക്ക ഇണങ്ങിയല്ലേ? നന്നായി. ആകെയുള്ളത് ചെറിയൊരു ജീവിതം. അതിൽ ആരോടും പിണങ്ങരുത്, പ്രത്യേകിച്ച് കൂടപ്പിറപ്പുകൾ. സന്ധ്യയ്ക്ക് കുളിച്ച് വേഷം മാറുന്ന സ്വഭാവമൊന്നുമില്ലേ എലിസയ്ക്ക്? ഓ ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ വന്നത്. എന്നാലും ഒരുപാട് സഞ്ചരിച്ചതല്ലേ. ഏത് സുന്ദരിയും പൊല്യൂട്ടഡ് ആവും. പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പഴയ 10ാം ക്ലാസ്സാ. മലിനമാകും. ഇന്നത്തെ പാഠമാണോ അമ്മമ്മേ? അനുഭവജ്ഞാനമുള്ള സ്വബോധമുള്ള അമ്മാമ്മമാർ പറയുന്നത് എന്തും പാഠങ്ങളാ. പഠിച്ചോളൂ. പെണ്ണുങ്ങൾക്ക് വേണ്ട 3 ഗുണങ്ങൾ. 1, കാൽനഖം മുതൽ തലമുടി വരെ വൃത്തിയും വെടുപ്പും. 2, ശരീരം മുഴുവൻ ഹൃദ്യമായ സുഗന്ധം. 3, കേൾക്കേണ്ട ആൾ മാത്രം കേൾക്കാൻ വിധത്തിലുള്ള പതിഞ്ഞ സംസാരം. ഈ 3 ഗുണങ്ങളുള്ള പെണ്ണുങ്ങൾ കാണാൻ വലിയ രമ്പയൊന്നും അല്ലെങ്കിലും പുരുഷനെ അവൻ്റെ കൈ അകലത്തിലുള്ള സുന്ദരിയായിരിക്കും. ബാക്കിയൊക്കെ കണ്ണകലത്തിലുള്ള സുന്ദരി. ശ്രദ്ധിച്ചിട്ടില്ലേ? വട്ടമുഖവും വലിയ കണ്ണും വെളുത്ത നിറും തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടും. പക്ഷെ വായ തുറന്ന പുള്ളിത്തോല് ചീഞ്ഞ മാറ്റ സ്മെല്ലായിരിക്കും. കാമുകൻ ഓടും. ചിലർക്ക് അരയ്ക്ക് താഴെ വരെ പനങ്കൊല മാറ്റ മുടിയായിരിക്കും. പക്ഷെ അടുത്തുകൂടെ പോകുമ്പോൾ അസഹ്യമായിട്ടുള്ളൊരു ചൂര് വരും. ബസ്സിലെങ്ങാനും ഇവരുടെ പിറകിൽ നിന്നാ ജീവിതം വരെ വെറുത്തു പോകും. കണ്ടാൽ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത ചില സുന്ദരിമാരുണ്ട്. 1.5 പൈസയുടെ കാര്യമായിരിക്കും ചിലപ്പോൾ പറയുക. 1.5 കിലോമീറ്റർ അപ്പുറം കേൾക്കാം. പെണ്ണ് കെയർലെസ് ആയ നാറും.
പാഠം ചുരുക്കി പറയാം. പെണ്ണ് നാറിയ പൊര നാറും. ഇന്നത്തെ പാഠം കഴിഞ്ഞു. അമ്മമ്മ കിടക്കുന്നില്ലേ? അമ്മാമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അയവർക്കാനുണ്ട്. നിങ്ങൾ പോയി പുട്ടും പയറും പപ്പടം കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ. ലോലേ, ലിസ വാ. എന്താ നീ കിടന്നിങ്ങനെ ആടണത്? അതെ, ഇപ്പൊ തന്നെ 4 എണ്ണമായി. ആ പിന്നെ പുട്ടും പയറും പപ്പടവും തിന്നാനുള്ള സ്ഥലം ഈ വയറ്റിലങ്ങ് വെച്ചേക്കണേ. ആ.